POK അഥവാ പാക് അധീന കശ്മീരിൽ വലിയ പ്രതിഷേധം നടക്കുകയാണ്, വലിയ പ്രക്ഷോഭം നടക്കുകയാണ് എന്ന് നമുക്കറിയാം. അവിടെ ധാരാളം ജനങ്ങൾ കൊല്ലപ്പെടുന്നുണ്ട്. ഒരു ദിവസം 10-20 പേരെയാണ് അവിടെ പട്ടാളം വെടിവെച്ച് കൊല്ലുന്നത്. കഴിഞ്ഞ മാസം തന്നെ അവിടെ 150 പേരൊക്കെ മരിച്ച അനൌദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്ന സാഹചര്യത്തിൽ ഇപ്പോൾ POKയിൽ അവിടെയുള്ള ജനങ്ങൾ സഹികെട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെയുള്ള ജനങ്ങൾ കലാപത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ ലഭിക്കുന്നു. പാക് അധീന കശ്മീരിൽ കലാപകാരികളുടെ ഒരു വലിയ ആക്രമണം തന്നെ പൊട്ടിപ്പുറപ്പെട്ടു അറിയാൻ സാധിക്കുന്നു. ഇത് ഷഹബാസ് സർക്കാരിന്റെയും പാകിസ്ഥാൻ സൈന്യത്തിന്റെയും ആസാദ് കശ്മീർ എന്ന പ്രചാരണത്തെ കാറ്റിൽ പറത്തിയിരിക്കുന്നു എന്നാണ് വാർത്തകൾ വരുന്നത്. റാവൽകോട്ടിൽ സംഘടിപ്പിച്ച ഒരു വലിയ റാലിയിൽ JAC നേതാവ് സർദാർ അമൻ ഖാൻ പരസ്യമായി പറഞ്ഞത് ഇതൊരു സ്വതന്ത്ര പ്രദേശമോ തർക്ക പ്രദേശമോ അല്ല, മറിച്ച് പാകിസ്ഥാൻ കൈവശപ്പെടുത്തിയ അടിമ ഭൂമിയാണ്. പ്രതിഷേധക്കാർക്ക് നേരെ സുരക്ഷാ സേന നടത്തിയ വിവേചനരഹിതമായ വെടിവെപ്പിൽ ഒരു പ്രാദേശിക ക്രിക്കറ്റ് കളിക്കാരൻ ഉൾപ്പെടെ 6 നിരപരാധികൾ കൊല്ലപ്പെട്ടതോടെ സ്ഥിതി ഇപ്പോൾ നിയന്ത്രണാതീതമായി മാറിയിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പാകിസ്ഥാനെതിരെ POKയിൽ പൊതുജനരോഷം ആഞ്ഞടിക്കുകയാണ്. പാകിസ്ഥാൻ വർഷങ്ങളായി ലോകത്തിന് മുന്നിൽ തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള കശ്മീരിന്റെ ഭാഗം പൂർണ്ണമായും സ്വതന്ത്രമാണ് എന്ന് നടിച്ചു വരികയാണ്. എന്നാൽ ഇപ്പോൾ നാട്ടുകാർ ഈ നുണ തുറന്നു കാട്ടിയിരിക്കുന്നു. റാവൽപിണ്ടിയിലെ നഗരത്തിലെ ഈദ്ഗാഹ് മൈതാനിയിൽ ആയിരക്കണക്കിന് ആളുകളുടെ ഒരു വലിയ റാലി നടന്നു. അതിൽ കുറഞ്ഞത് 80,000 പേരാണ് ഒത്തുകൂടിയത്. ഈ റാലിയിൽ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ ശക്തനായിട്ടുള്ള നേതാവ് സർദാർ അമർ ഖാൻ മൈക്കെടുത്ത് പാകിസ്ഥാൻ സർക്കാരിനെ നേരിട്ട് വെല്ലുവിളിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി. അദ്ദേഹം ഉച്ചത്തിൽ പറഞ്ഞത് ഇതൊരു തർക്ക പ്രദേശമല്ല, ഇതൊരു അധിനിവേശ പ്രദേശമാണ്, നമ്മൾ പൂർണ്ണമായും അടിമത്തത്തിന്റെ നിഴലിലാണ് ജീവിക്കുന്നത്. മൈതാനത്ത് സന്നിഹിതരായിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന്റെ വാക്കുകളെ കരഘോഷത്തോടെ പിന്തുണച്ചു. പാകിസ്ഥാൻ സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ചു. സർദാർ അമർ ഖാന്റെ ഈ പ്രസ്താവന പതിറ്റാണ്ടുകളായി അന്താരാഷ്ട്ര വേദിയിൽ പാകിസ്ഥാൻ വിറ്റുകൊണ്ടിരുന്ന പൊള്ളയായ പ്രചരണത്തെ തുറന്നു കാട്ടിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് കൃത്യമായി പറയാൻ. എന്തായാലും വലിയ രീതിയിലുള്ള കലാപം POKയിൽ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.